നമുക്കറിയാം അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന 3 ശബ്ദമാണ്. ഒന്നാമത്തെ ശബ്ദം അത് പൂവൻകോഴിയുടേതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പൂവൻകോഴിയൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞു അല്ലേ? പൂവൻകോഴിയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം നമ്മൾ 8 മണിക്കും 9 മണിക്കുമാണ് എഴുന്നേൽക്കാറ്. ഈ പൂവൻകോഴി ശബ്ദമുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പൂവൻകോഴിയൊക്കെ നമ്മൾ അറുത്ത് കളഞ്ഞു. പൂവൻകോഴിയൊന്നും ഇന്ന് വീട്ടിലില്ല. ഈ പൂവൻകോഴി നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കാറുണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ കോഴികളുള്ള ആളുകൾക്കത് മനസ്സിലാക്കും. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പൂവൻകോഴി എഴുന്നേൽക്കാറുണ്ട്. ഈ പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവനും, പിന്നെ മൂന്നാമതായിട്ട് റബ്ബിന് വേണ്ടിയിട്ട് എല്ലാവരും കടന്നുറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് അവരുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കാറുണ്ടാകും അല്ലേ? എഴുന്നേൽക്കുന്ന ആളുകളുണ്ടാകും, എഴുന്നേൽക്കാത്ത ആളുകളും ഉണ്ടാകും. എന്നാൽ സുബഹിക്ക് മുമ്പേ നമ്മളൊന്ന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഏറെ പ്രതിഫലം നൽകുന്നതാണ്. ഏതെങ്കിലും ഒരു രോഗം വരുമ്പോഴോ മാത്രമല്ല അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടത്. രോഗങ്ങളെല്ലാം ഇപ്പോഴോ അല്ലാഹുവിലേക്ക് മടങ്ങലാണ്, സിട്ടാവിലേക്ക് മടങ്ങലാണ്. ആ സിട്ടാവിനോടുള്ള ആത്മീയമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എൻ്റെ സഹോദര, രോഗങ്ങൾ കൊണ്ട് നമുക്ക് വിഷമിക്കേണ്ടതില്ല. ടെൻഷനുകൾ വേണ്ട, വേവലാതികൾ വേണ്ട, പരിവട്ടങ്ങൾ വേണ്ട. ഇതൊന്നുമില്ലാതെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പക്ഷേ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത അത് ജീവിതത്തിൽ അനിവാര്യമാണ്. അനുഗ്രഹങ്ങള് ഓരോന്നോരോന്ന് നമ്മളൊന്ന് എണ്ണിപ്പറക്കി നോക്കിയാൽ കണ്ണ് കാണാത്തവര് നമ്മുടെ ദേശത്തുണ്ടാകും. കാലില്ലാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവരുണ്ട്, ഒരു വാഹനമൊന്നും ഓടിക്കാൻ പറ്റാത്തവരുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്, കച്ചവടം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ജീവിതത്തില് ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് മുന്നോട്ട് നീങ്ങിയവരുണ്ട്. പക്ഷേ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മെഡിക്കൽ കോളേജിന്റെ അകത്തണങ്ങളിലേക്ക് കടന്നു ചെന്നാൽ, ക്യാൻസർ വാർഡിലേക്ക് കടന്നു ചെന്നാൽ ഓരോ ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷങ്ങളിലായിട്ട്, ഓരോ സമയങ്ങളിലായിട്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഖൈർ നൽകി, അല്ലാഹു റാഹത്ത് നൽകി. കുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കുന്നു. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഇന്ന് തകർന്നു വീഴുകയാണ്. സ്മാർട്ട് ഫോൺ കയ്യിലേക്ക് കടന്നു വന്നതോടുകൂടി പിന്നെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, തന്റെ ജീവിതത്തെ ഏത് വഴിയിലൂടെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയാതെ പോവുകയാണ്. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ അശ്ലീലമായ വീഡിയോകളും ചിത്രങ്ങളും നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങളിലേക്ക് അയൽവാസി പെണ്ണിന്റെ മുഞ്ച് കാണുമ്പോ ആ അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുന്ന ഒരുപാട് യുവാക്കള് ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളില്, മൈസൂരിന്റെ തെരുവോരങ്ങളില്, എറണാകുളത്തിന്റെ തെരുവോരങ്ങളില്, ഒരുപാട് ദേശങ്ങളിലൂടെ കറങ്ങി നടന്നിട്ട് റെസ്റ്റോറന്റുകൾ നടന്നു നീങ്ങാനും, റിസോർട്ടുകൾ നടന്നു നീങ്ങാനും, ലോഡ്ജുകളിൽ മുറിയെടുത്തുകൊണ്ട് അന്യന്റെ പെണ്ണിനെ വിഭജിക്കുന്ന, അന്യന്റെ പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഒരുപറ്റം യുവാക്കളെ, ഒരുപറ്റം യുവതികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ യുവത്വം അല്ലാഹു നൽകിയ ഒരു ആരോഗ്യ കാലഘട്ടം റബ്ബിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, ദുനിയാവിന്റെ ആർഭാടങ്ങള്, ദുനിയാവിന്റെ ആഭാസങ്ങള് ഇങ്ങനെ നെഞ്ചിലേറ്റ് കയറുന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നടന്നു പോകുന്ന എന്റെ യുവത്വമേ, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തെ നമ്മൾ അല്ലാഹുവിലേക്ക് വഴിതിരിയുക, സിട്ടാവിലേക്ക് നമ്മളെ മാറ്റി നിർത്തുക. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്, 7 വിഭാഗക്കാരുണ്ട്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വശാബുൻ നശാ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടം മാറ്റിവെച്ചവനെ നാളെ നിനക്ക് അല്ലാഹു
തണലുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സ്മാർട്ട് ഫോൺ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. പ്രവാസി കുടുംബത്തിലും അതിന്റെ തകർച്ചയിലും ഇന്ന് സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം, ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് തകർന്നു പോവുകയാണ്. ഒരാൾ പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്നാൽ അവനിന്ന് ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ പോലും അവന് കഴിയുന്നില്ല. അവന് വരെ പ്രയാസമാണ്. ഭാര്യ നാട്ടിലുണ്ട്, മക്കളുണ്ട്, പക്ഷേ ഭാര്യയുടെ കിടപ്പെന്താണ്, മക്കളുടെ കിടപ്പെന്താണ് എന്ന് അവർക്കറിയാതെ പോവുകയാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, പണ്ടത്തെ പ്രവാസ ലോകത്തേക്ക് കടന്നു ചെന്ന ആളുകൾ ഉണ്ടാകും. അവിടുന്ന് ഒരു കത്ത് ഇങ്ങോട്ട് അയച്ചാല് വിളിച്ചു നോക്ക്, അവിടുന്ന് ഒരു കത്ത് ഇങ്ങോട്ട് അയച്ചാല് ഒരാഴ്ച കഴിഞ്ഞാലേ കത്ത് ഇവിടെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നിന്ന് ആ കത്തിന് മറുപടി അയച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ അവിടെ തന്റെ ഇക്കയുടെ, തന്റെ സഹോദരന്റെ കയ്യിലേക്ക് ഈ കത്ത് ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് തപാലുകളിലായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വിശേഷങ്ങള്, നമ്മുടെ ഓരോ സന്ദേശങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ്. പക്ഷെ ഇന്ന് നമുക്ക് കാണാം, നമ്മുടെ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് കാണാം, നമ്മുടെ ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണാം. കാരണം വിദേശത്ത് നിന്ന് നമ്മുടെ സഹോദരനാകട്ടെ, നമ്മുടെ ഭർത്താവാകട്ടെ, അവിടെ പണിയെടുക്കുമ്പോ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ അയ്യമ്മ പോരാത്ത, സ്കൈപ്പ് പോരാത്ത ഒരുപാട് ഒരുപാട് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇന്ന് പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ ഒരുപാട് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരുന്ന കാലഘട്ടമല്ല. ഇന്ന് ന്യൂ ജനറേഷനാണ്. ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഇന്നലെ നമ്മളൊരു പാചകം ചെയ്താൽ, ഒരു കറിയാകട്ടെ, ഭക്ഷണമാകട്ടെ, നമ്മളൊക്കെ പണ്ട് 1/2 കിലോ മീൻ വാങ്ങിയിട്ട് നമ്മൾ അന്ന് കറി വെക്കും. പിറ്റേന്ന് നമ്മളത് കൂട്ടാറില്ല. ആലോചിച്ച് നോക്ക്, പിറ്റേന്ന് നമ്മളത് കൂട്ടാറില്ല. പിന്നെ നമ്മൾ കൂട്ടണമെങ്കിൽ പിന്നെ അടുത്ത ദിവസം മറ്റ് ഇറച്ചി നമ്മൾ വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ മത്സ്യം നമ്മൾ വാങ്ങാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മൾ 2 കിലോവും 3 കിലോവും വാങ്ങിയിട്ട് പിറ്റന്നാൾക്ക് കൂടിയും നമ്മൾ അത് എടുത്തു വെക്കുന്നു. ഫ്രീസർ നമ്മുടെ വീട്ടിലുണ്ട്, ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. ചൂടുള്ള കാലഘട്ടം, അതിൽ നമുക്ക് ചൂട് നേരിടാൻ നമുക്ക് നല്ല തണുപ്പുള്ള AC ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നതോടുകൂടെ നമ്മളിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള, സിട്ടാവിനെ കുറിച്ചിട്ടുള്ള, റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു, നമ്മിൽ നിന്ന് പോയി കളഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിലേക്ക് മടങ്ങലാണ്, ഏകനായ സിട്ടാവിലേക്ക് മടങ്ങലാണ്. ഒരുപാട് ദുനിയാവിലെ ആഭാസങ്ങൾ കാണിച്ചിട്ടെന്ത് കാര്യമാണ്, ആർഭാടങ്ങളോട് ജീവിച്ചിട്ടെന്ത് കാര്യമാണ്. പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്, പ്രാസംഗികമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. ആലോചിച്ച് നോക്ക്, ജീവിതത്തിലെ ഓരോ സുഹൃത്തുക്കളും ഇന്ന് കഴിഞ്ഞു പോവുകയാണ്, ഓരോ സമയങ്ങളും ഇന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, സിട്ടാവിനെ കുറിച്ച് ഓർക്കാൻ ജീവിതത്തിൽ ഒരു സമയം, അതല്ലെങ്കിൽ ഒരു 5 വഖത്ത് നേരാവണ്ണം യഥാക്രമമൊന്ന് നിർവഹിക്കാൻ നമുക്ക് തയ്യാറാകുന്നില്ല, നാം തയ്യാറാകുന്നില്ല. ഒരു വഖത്തിന് 5 മിനിറ്റ് വെച്ച് നോക്കിയാൽ 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ജീവിതത്തിലെ 24 മണിക്കൂറിൽ നിന്നൊന്ന് മാറ്റിവെക്കാൻ എൻ്റെ ഉമ്മ നമുക്ക് കഴിയാതെ പോയി. കാലഘട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങൾ നമ്മിൽ നിന്ന് പോയി കളഞ്ഞു. ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ നമ്മിൽ നിന്ന് ചാറ്റ പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നതാണ്. പള്ളിക്കുടങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, സ്കൂളുകളിലേക്ക് കടന്നു ചെന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, പീപ്പി പിടിച്ചുകൊണ്ട് ഓല പറത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, പട്ടം പറത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, കുട്ടിയും കോലം കളിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലങ്ങളോട് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. കൗമാരം കഴിഞ്ഞു, യുവത്വം കഴിഞ്ഞു,
വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ഇവിടെ ഒരു നിമിഷമെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ, സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കാൻ, രാജാതിരാജനായ തമ്പുരാനെ കുറിച്ച് ഓർക്കാൻ ഒരു നേരമെങ്കിലും എൻ്റെ ഉമ്മ നമുക്ക് ചിന്തിക്കാതെ പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഹൃദയം ചിന്മയിലൂടെ ചെമ്മാടിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലല്ല, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരടി മുന്നോട്ട് നമുക്ക് വയ്യ, ഒന്ന് വെക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മഹ്ശറായിലേക്ക് കടന്നു ചെല്ലേണ്ടവനാണ്. പക്ഷേ നാളെ മഹ്ശറായിലേക്ക് കടന്നു ചെല്ലുമ്പോ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാകാതിരിക്കട്ടെ. അല്ലാഹു നരകത്തെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ജീവിതത്തിൽ നിന്ന് നമ്മളെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഹൃദയം നമ്മൾ ചെമ്മാടിയുടെ രൂപത്തിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സുഹൃതങ്ങള് അത് വെറുതെ ചിലവഴിക്കാറില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ജനിക്കുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അതായത് ഒരു കവി പാടിയതുപോലെ കൂടിയല്ല ജനിക്കുന്ന നേരത്തോ കൂടിയല്ല മരിക്കുന്ന നേരത്തോ മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ജനിച്ചു വീഴുന്നു, ഒരുപാട് ആളുകൾ മരിക്കുകയാണ്, ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴോ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത അത് നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹൃദയം നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങി വെക്കുക, സൃഷ്ടാവിലേക്ക് നമ്മൾ മടങ്ങി വെക്കുക. കാലങ്ങൾ ഒരുപാട് ജീവിക്കാൻ നമുക്ക് കഴിയില്ല, എങ്കിലും നമ്മുടെ ഓരോ യുവാക്കള് നമ്മുടെ സന്താനങ്ങളെ അവരുടെ നേരാവണ്ണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മിൽ നിന്ന് ആ അനുഗ്രഹം അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കാണാൻ കണ്ണ് നൽകിയത് അല്ലാഹുവാണ്, കേൾക്കാൻ ചെവി നൽകിയതും അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ കുറിച്ചിട്ട് സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ഹൃദയം നമ്മൾ എപ്പോഴും ഒരു നിസ്കാരം സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വരാനും തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കേണ്ടത്, റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് അവന്റെ പ്രവർത്തനങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോ പൊള്ളയായ ഒരു ഹൃദയമാക്കിയിട്ട്, ഒരു ആത്മാവാക്കിയിട്ട് നമ്മൾ മാറ്റാൻ പാടില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് റബ്ബിലേക്ക് എങ്ങനെ മടങ്ങാൻ കഴിയും, അല്ലാഹുവിലേക്ക് എങ്ങനെ മടങ്ങാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. നമുക്കറിയാം, ദിക്റുകൾ നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞു, വജ്രസുനൂറുകൾ നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഒരു മുസ്ലിമിന്റെ വീടിന്റെ അരികളിലൂടെ കടന്നു ചെന്നാല് ദിക്റിന്റെ ആരവങ്ങള് മുഴങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വജ്രസുനൂറുകൾ പാരായണം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്ന് ഇല്ലാതെയായിരിക്കുകയാണ്. തഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ ആ ദിക്റുകളെല്ലാം നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞു. നമ്മുടെ മഹാന്മാരായ ആളുകള് നമുക്കറിയാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അയക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ കടന്നു ചെല്ലുകയാണ്. തന്റെ അരികിലുണ്ടാകുന്ന ആ പുഴ അവിടുന്ന് വറ്റിക്കഴിഞ്ഞു, അവർ നശിപ്പിച്ചു കഴിഞ്ഞു. മുമ്പേ നടന്ന ശത്രുക്കള് ആ പുഴയുടെ ചാരത്തെത്തിയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരു തുള്ളി ജലത്തിന് വേണ്ടിയിട്ട് കുടിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ദാഹമകറ്റാൻ വേണ്ടിയിട്ട്, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കടന്നു ചെന്നപ്പോ അവിടെ വെള്ളമില്ല. ഈ മഹാനായ ഈ സ്വഹാബി വര്യന് അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അവിടെ കാർമേഘങ്ങൾ അവിടുന്ന് മൂടുകയാണ്.
ധാരാളം അവിടുന്ന് മഴയുണ്ടാവുകയും വെള്ളം ലഭിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അവര് പോരാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കടന്നു ചെല്ലുകയാണ്. ഒരു സമുദ്രനിരപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആ കടൽ തീരത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോ ആ കടലിൽ ഒന്ന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ദ്വീപിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ കപ്പലുകളില്ല, ഒന്ന് കടന്നു ചെല്ലാൻ തോണികളില്ല. അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ ആശങ്കാജനകമായി കൊണ്ട് ആ സ്വഹാബികൾ അവിടെ നിൽക്കുമ്പോൾ അതാ തന്റെ മുമ്പേ നടന്ന ശത്രുക്കള് ഇവിടെ ഉണ്ടായിരുന്ന കപ്പലിൽ പേറിക്കൊണ്ട് മറ്റുള്ള ദ്വീപിലേക്ക് കടന്നു ചെന്നതാണ്. എന്നാൽ ഈ കൂട്ടത്തിലെ അമീറായ ഈ സ്വഹാബി വര്യന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലുകയാണ്. ഇതുമൂലം അവർ ആ സമുദ്രത്തിരപ്പിലൂടെ കടന്നു ചെല്ലുന്നു. കുതിരയുടെ പുറത്ത് കയറിയിട്ട്, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് അന്യദ്വീപിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇങ്ങനെ ഇരിക്കെ ശത്രുക്കളെ അവിടുന്ന് തോൽപ്പിച്ചിട്ട് തിരിച്ചു തന്റെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഈ സ്വഹാബി വര്യന് അവിടുന്ന് വഫാത്തായി പോയി. അദ്ദേഹത്തെ ആ വിജനമായ പ്രദേശത്ത് പറമാടുകയാണ്. എന്നിട്ട് തിരിച്ചു വരികയാണ്. സ്വഹാബി വര്യന്മാരിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, വിജനമായ പ്രദേശം, ആരാരുമില്ലാത്ത പ്രദേശം, അതുപോലെ തന്നെ ജനങ്ങളില്ല, ജീവികളില്ല, ഒന്നുമേ ഇല്ലാത്ത ആ പ്രദേശത്ത് അങ്ങ് എന്തിനാണ് അവിടെ മറമാടിയത്? തിരിച്ചു നമുക്ക് കടന്നു ചെന്നിട്ട് ആ ഖബർ മാന്താമെന്ന് പറയുകയാണ് ചില സ്വഹാബികള്. അങ്ങനെ അവർ കടന്നു ചെല്ലുകയാണ്. ആ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ഖബർ കുടിച്ചു മാറ്റിയപ്പോ അവിടെ വല്ലാത്ത പ്രകാശം, വല്ലാത്ത സുഗന്ധമാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആത്മീയമായ വഴികൾ സ്വീകരിച്ച നമ്മുടെ മുമ്പേ നടന്നുപോയ പൂർവിക സൂരികളുണ്ട്, നമ്മുടെ പൂർവിക ആളുകളുണ്ട്, മഹത്തുക്കളുണ്ട്. നമ്മുടെ നാട്ടിലോ ഒരു തങ്ങളവരുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നമ്മുടെ നാട്ടിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മഹാന അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ക്യാൻസറിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ട്യൂമറിനെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ആത്മീയതയിലേക്ക് കടന്നു ചെന്ന ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മുടെ മുൻപേ നടന്നു പോയവരുണ്ട്. അവരുടെ ജീവിതമാണ്, മുത്തഖീങ്ങളുടെ ജീവിതമാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത് നൽകിയ ജീവിതം നമ്മൾ വെറുതെ പാഴാക്കുകയാണ്. ഒരു നേരമില്ലാതെ തെമ്മാടിത്തത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഉമ്മ. നമുക്കറിയാം, പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്കൽ കേൾക്കുമ്പോൾ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ നമുക്കാകാതെ പോയി. നമുക്കറിയാം, വീടുകളിൽ നിന്ന് സിനിമാ നടിമാരെ, സിനിമാ നടന്മാരെ ഇന്ന് പ്രേമിച്ചുകൊണ്ട് അവരെ കൊണ്ട് കരയുമ്പോ നമ്മളും കരയുകയാണ്. ഇവിടെ റബ്ബിനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് കരയാൻ ഇന്ന് ഉമ്മമാർക്ക് ആകാതെ പോയി, ഇന്ന് ഉപ്പമാർക്ക് ആകാതെ പോയി. കാരണം എന്ന് വെച്ചാൽ ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. പിന്നെ എന്തിനാണ് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത? പിന്നെ എന്തിനാണ് സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത? പിന്നെന്തിനാണ് രാജാതിരാജനായ തമ്പുരാനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത? വാട്സപ്പ് മതി, ഫേസ്ബുക്ക് മതി. അല്ലാഹു നൽകിയ സുഹൃത്തുക്കളിലെ ഓരോ ഭൂരിഭാഗവും ഇന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ചെലവഴിക്കുമ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് മുസ്ലിം സഹോദരനാകട്ടെ, നമ്മുടെ ബന്ധപ്പെട്ടവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരിലേക്കൊന്ന് സലാം പറയാൻ, അവരിലേക്കൊന്ന് നന്മയുടെ വാക്കുകൾ നമുക്കൊന്ന് അയച്ചു കൊടുക്കാൻ നമുക്കൊന്ന് കഴിയാതെ പോയി. സോഷ്യൽ മീഡിയ അശ്ലീല ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ മക്കള് വഴിതെറ്റി പോവുകയാണ്. കാരണം എന്ത് വെച്ചാൽ, ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടത് സ്മാർട്ട് ഫോണാണ്. ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് സ്മാർട്ട് ഫോണാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്ത് നമ്മൾ കരയുന്ന നേരത്ത് നമ്മുടെ മാതാപിതാക്കള് കിലുക്കാപ്പട്ടികൾ നമ്മുടെ കയ്യിലേക്ക് കടന്നു തരുന്ന, നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ അതെല്ലാം ആടുകയും അതെല്ലാം അവിടുന്ന് ആട്ടം പാടുമ്പോൾ അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മള് അവിടുന്ന് ചിരിക്കാറുണ്ട്. എന്നാൽ ഇന്നൊരു കുഞ്ഞ് 3 വയസ്സുള്ള 2 വയസ്സുള്ള കുഞ്ഞുമോന് കരയുമ്പോൾ ആ കുഞ്ഞുമോന്റെ കയ്യിലേക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുന്ന ഉമ്മ, എന്റെ ഉപ്പ, അല്ലാഹു ജീവിതത്തെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ജീവിതത്തെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമ്മൾ പേര് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പാതയിൽ നിന്ന്, അതായത്
മുത്തഖീങ്ങളുടെ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സുഹൃതങ്ങൾ ഉണ്ടെങ്കിലും അത് റബ്ബിലേക്ക് നമ്മൾ മാറ്റിവെക്കണം. ഓരോ നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു നൽകിയ ഈ സൃഷ്ടിപ്പ്, ഈ ലോകത്തിന്റെ ഓരോ കോണുകൾ, ഓരോ സൃഷ്ടി വൈഭവങ്ങൾ കണ്ടുകൊണ്ട് റബ്ബിനെ കുറിച്ച് ഓർത്താൽ അറ്റങ്ങളില്ല. നമുക്കറിയാം, വാക്കുകളില്ല. നമുക്കറിയാം, ജീവിതത്തില് രോഗങ്ങൾ നൽകുന്നത് അല്ലാഹുവാണ്. പക്ഷേ ഒരു രോഗം വരുമ്പോൾ മാത്രം അല്ലാഹുവിലേക്ക് മടങ്ങുക, ഒരു രോഗം വരുമ്പോൾ മാത്രം സൃഷ്ടാവിലേക്ക് മടങ്ങലല്ല എന്റെ പെങ്ങളെ നമുക്ക് വേണ്ടത്. എല്ലാം കൊണ്ടും സൃഷ്ടാവിലേക്ക് സമർപ്പിക്കുന്നത്, ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മളൊന്ന് ഇറങ്ങി വന്നാൽ അല്ലാഹുവിലേക്ക് തവക്കലായിട്ട്, സൃഷ്ടാവിലേക്ക് തവക്കലായിട്ട്, ഏതെങ്കിലും ഒരു രോഗം വരുമ്പോഴോ മാത്രമല്ല അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടത്. രോഗങ്ങളല്ലാതെ ഇപ്പോഴോ അല്ലാഹുവിലേക്ക് മടങ്ങലാണ്, സൃഷ്ടാവിലേക്ക് മടങ്ങലാണ്. ആ സൃഷ്ടാവിനോടുള്ള ആത്മീയമായ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എന്റെ സഹോദര, രോഗങ്ങൾ കൊണ്ട് നമുക്ക് വിഷമിക്കേണ്ടതില്ല. ടെൻഷനുകൾ വേണ്ട, വേവനാദികൾ വേണ്ട, പരിവട്ടങ്ങൾ വേണ്ട. ഇതൊന്നുമില്ലാതെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പക്ഷേ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത അത് ജീവിതത്തില് അനിവാര്യമാണ്. അനുഗ്രഹങ്ങള് ഓരോന്നോരോന്ന് നമ്മളൊന്ന് എണ്ണിപ്പറക്കി നോക്കിയാല് കണ്ണ് കാണാത്തവര് നമ്മുടെ ദേശത്തുണ്ടാകും. കാലില്ലാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവരുണ്ട്, ഒരു വാഹനമൊന്ന് ഓടിക്കാൻ പറ്റാത്തവരുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്, കച്ചവടം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ജീവിതത്തില് ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് മുന്നോട്ട് നീങ്ങിയവരുണ്ട്. പക്ഷേ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മെഡിക്കൽ കോളേജിന്റെ അകത്തണങ്ങളിലേക്ക് കടന്നു ചെന്നാൽ, ക്യാൻസർ വാർഡിലേക്ക് കടന്നു ചെന്നാൽ ഓരോ ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷങ്ങളിലായിട്ട്, ഓരോ സമയങ്ങളിലായിട്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഖൈർ നൽകി, അല്ലാഹു റാഹത്ത് നൽകി. വലിയ അനുഗ്രഹമാണ് അല്ലാഹു നൽകിയത്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അല്ലാഹു ഹൃദയങ്ങളിലേക്കാണ് നോക്കുക. ഹൃദയം നമ്മൾ സംശുദ്ധീകരിക്കേണ്ടതുണ്ട്. ധാർമ്മികത നഷ്ടപ്പെട്ട യുവത്വത്തെ കുറിച്ചിട്ട് ടാഗോർ വിലപിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നമുക്കറിയാം, പക്ഷികൾ വാനത്തിലൂടെ പറക്കാൻ കഴിയുന്നു, അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് സമുദ്രത്തിലൂടെ ഊളിയിട്ടിറങ്ങാൻ കഴിയുന്നു. പക്ഷേ ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തിന്മയിൽ നിന്ന് റഹ്മാനായ റബ്ബ് അല്ലാഹു നന്മ എന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, ഇതിന് നമ്മൾ നന്ദി വേണം. നന്ദി ചെയ്യാത്തവരായിട്ട്, നന്ദികേട് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നന്ദി ചെയ്യണം റബ്ബിലേക്ക്, അല്ലാഹുവിലേക്ക് എപ്പോഴും നമ്മൾ മടങ്ങണം. നമ്മുടെ അദൃശ്യ ലോകത്ത് നമുക്ക് ഒരു രക്ഷ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു ബന്ധം നമ്മൾ പുലർത്തിയാലേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. നമ്മൾ മുസ്തഫ നബി തങ്ങളെ റോൾ മോഡലാക്കുക. ആ മുത്തഖീങ്ങളുടെ പാത അവർ ജീവിച്ചത് അല്ലാഹുവിന്റെ വഴിയിലായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരായിരുന്നു. നമുക്കറിയാം, തന്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സ്വഹാബാ കിറാമിന് എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടാനിട്ട് 2 കല്ല് വരെ വെച്ച് കെട്ടിയ സംഭവം നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു കേട്ടവരാണ്, പറഞ്ഞു കേട്ടവരാണ്. പക്ഷെ ഞാനൊന്നും അതിലേക്ക് കടന്നു ചെല്ലുന്നില്ല. പക്ഷെ അല്ലാഹു നൽകിയ റഹ്മത്ത് അത് വലുതാണ്, അല്ലാഹു നൽകിയ അനുഗ്രഹം അത് വലുതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്, ഈ പുറക്കാട് എന്ന് പറയുന്ന നാടിന് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മഹാനവറുകള് ഇവിടെ അന്തി ഇറങ്ങുന്നുണ്ട്. അത് തന്നെ നാടിന്റെ ബർക്കത്താണ്, ഈ നാടിന്റെ ഐശ്വര്യമാണ്. എന്തിനേറെ നമുക്ക് ഇതിനും വലുത് നമുക്ക് എന്താണ് വേണ്ടത്? പക്ഷേ നാട്ടുകാര്, ഈ മഹാനുഭാവര് പഠിപ്പിച്ചു
പക്ഷേ ഇവര് പറയുന്നത് ഇവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ ഒരുപാട് നമുക്ക് നൽകും. രോഗങ്ങൾ നമ്മളിൽ നിന്ന് മായ്ച്ചു കളയോ, അതുപോലെ തന്നെ ടെൻഷനുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നതാണ്. നന്ദിയുള്ളവരാകേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. മഹാനായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ ധനികനായിരുന്നു, സമ്പന്നനായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ തന്റെ ടൗണിലൂടെ കടന്നു ചെന്നുകൊണ്ട്, പട്ടണത്തിലൂടെ കടന്നു ചെന്നുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലെല്ലാം തന്റെ വീടാരോ കത്തിച്ചിട്ടുണ്ട്. അത് ഇബ്ലീസാണ്. അയ്യൂബ് നബിക്ക് അറിയില്ല, മക്കളില്ല, ബന്ധപ്പെട്ടവരില്ല, ആരാരുമില്ല, എല്ലാവരും ഇല്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ തന്റെ ശരീരത്തിലേക്ക് ഇബ്ലീസ് കയറി കൂടുകയാണ്. കുഷ്ഠരോഗം പിടിപെടുകയാണ്. നാട്ടുകാർ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ ദാസനല്ല, ഇത് സിട്ടാബിന്റെ ദാസനല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ച നബിയല്ല എന്ന് എല്ലാവരും പരസ്പരം അവിടുന്ന് പറയുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നാട്ടിൽ നിന്ന് പുറത്താക്കി അവരിങ്ങനെ പോവുകയാണ്. 6 മാസക്കാലം അവരിങ്ങനെ ജീവിച്ചു. അവരുടെ നാണയങ്ങൾ കൊണ്ട്, അവരുടെ ദീനാറുകൾ കൊണ്ട്. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോ തനിക്ക് നാണയങ്ങൾ കിട്ടാൻ വകയില്ലാതെ വന്നു. തന്റെ ഭാര്യ പണിക്ക് പോവുകയാണ്. ഞാനൊന്ന് ചരിത്രം ചുരുക്കട്ടെ. അങ്ങനെ പണിക്ക് പോയിട്ട് കിട്ടുന്ന ദീനാറുകൾ അത് വാങ്ങിയിട്ട് തിരിച്ചു വരാറുണ്ട്. എന്നിട്ട് തന്റെ ഭർത്താവിന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഈ റൊട്ടി, ഈ പത്തിരി കഷ്ടം കൊടുക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും ഈ ജോലി കിട്ടാതെ നടക്കുന്ന തന്റെ ഭാര്യ അവിടുന്ന് ഒരു പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിനോട് ചോദിച്ചു, എനിക്ക് വല്ല ജോലിയും വേണം, അല്ലെങ്കിൽ എനിക്ക് ചില നാണയങ്ങൾ തരേണ്ടതുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആ പെണ്ണിനോട് പറയുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന കാര്യം, ഞാൻ ചോദിക്കുന്നത് നീ തരേണ്ടതുണ്ട്. അവിടുന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിക്കുന്നത്? വേഗം പറഞ്ഞു. ആ പെണ്ണ് പറഞ്ഞു, അങ്ങയിൽ നിന്നുള്ള ആ അഴകാർന്ന മുടി എനിക്ക് വേണം, അതുകൊണ്ട് ദീനാറുകൾ നിങ്ങളിലേക്ക് ഞാൻ തരാം, ദീനാറുകൾ നിങ്ങളിലേക്ക് ഞാൻ മടക്കാം. അവിടുന്ന് നാണയങ്ങൾ നൽകി. അങ്ങനെ അവിടുന്ന് അവിടുന്ന് മുറിച്ചു കൊടുക്കുകയാണ്. ആ നാണയങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. മുന്നേ ഇബ്ലീസ് കടന്നു വന്നിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. തന്റെ ഭാര്യ വേശ്യയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് മുടിയും മുറിച്ചു കളഞ്ഞിരിക്കുന്നു. മുടിയില്ലാതെയാണ് തന്റെ ഭാര്യ കടന്നു വരുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയോട് എല്ലാം തേടി, ഭാര്യയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഭാര്യ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ഭാര്യ പറഞ്ഞു, അല്ല അയ്യൂബ് നബിയെ, അങ്ങേക്കൊന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം മാറ്റിത്തരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇല്ല, അല്ലാഹു നൽകിയ ഈ അനുഗ്രഹം ഒരുപാടുണ്ട്, എമ്പാടുമുണ്ട്. പക്ഷേ എന്റെ നാവിന് ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് എപ്പോഴും അല്ലാഹുവിന് വേണ്ടിയിട്ട് ദിക്റിങ്ങനെ ചൊല്ലുമായിരുന്നു മഹാനായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ മാവിന് രോഗം പിടിപെടുകയാണ്. അവിടുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആ രോഗം മായ്ച്ചു കളയുകയും ചെയ്തു. ഇങ്ങനെ അല്ലാഹു നൽകിയ ഒരുപാട് സുഹൃതങ്ങൾ നമുക്കുണ്ട്. ആ രോഗങ്ങളെല്ലാം നമുക്കില്ല. പക്ഷേ ഈ എമ്പാടും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിനോടുള്ള നന്ദി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങള് അത് റബ്ബിനോട് ചോദിക്കുക, അത് അല്ലാഹുവിനോട് തേടുക. 2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വിനീതം വിടവാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിനോട് ചോദിക്കലാണ്. നമുക്കറിയാം, സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കാറുണ്ടാകും, അല്ലേ? എഴുന്നേൽക്കുന്ന ആളുകളുണ്ടാകും, എഴുന്നേൽക്കാത്ത ആളുകളും ഉണ്ടാകും. എന്നാൽ സുബഹിക്ക് മുമ്പേ നമ്മളൊന്ന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഏറെ പ്രതിഫലം നൽകുന്നതാണ്. നമുക്കറിയാം, അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന 3 ശബ്ദമാണ്. ഒന്നാമത്തെ ശബ്ദം അത് പൂവൻകോഴിയുടേതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പൂവൻകോഴിയൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞു, അല്ലേ? പൂവൻകോഴിയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. കാരണം നമ്മൾ 8 മണിക്കും 9 മണിക്കുമാണ് എഴുന്നേൽക്കാറ്. ഈ പൂവൻകോഴി ശബ്ദമുണ്ടാക്കുമ്പോൾ നമുക്ക്
നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പൂവൻകോഴിയൊക്കെ നമ്മൾ അറുത്ത് കളഞ്ഞു. പൂവൻകോഴിയൊന്നും ഇന്ന് വീട്ടിലില്ല. ഈ പൂവൻകോഴി നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കാറുണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ കോഴികളുള്ള ആളുകൾക്കത് മനസ്സിലാക്കും. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പൂവൻകോഴി എഴുന്നേൽക്കാറുണ്ട്. ഈ പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവനും, പിന്നെ മൂന്നാമതായിട്ട് റബ്ബിന് വേണ്ടിയിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് അവരുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് നമ്മൾ ചോദിക്കുക, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുആനി വസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ചോദിച്ച് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ റബ്ബിനോട് നന്ദി ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഖിലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. അല്ലാഹു നമ്മുടെ ജീവിതം അല്ലാഹു നല്ല രീതിയിലാക്കട്ടെ.